വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ഇങ്ങനെ പപ്പിയെ നോക്കിയിരിക്കുമ്പോൾ ശ്യാമ റൂമിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പപ്പിയാണെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം സത്യമായിരിക്കും തിരക്കുന്നത്, പിന്നെ കുഞ്ഞേച്ചിയും തിരക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ പെരുമാറ്റം ശ്യാമ കണ്ടതല്ലേ, ആശുപത്രിയിൽ വെച്ചൊരു കുഴപ്പം ഉണ്ടാക്കണ്ട എന്ന് വെച്ചാണ് സത്യയോടും ശാലിനിയോടുമുള്ള തെറ്റിദ്ധാരണ ഇതുവരെ അമ്മയ്ക്ക് മാറിയിട്ടില്ല, എന്തൊരു വാശി പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ പ്രധാനം, അതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് വരിക തന്നെയാണ് വേണ്ടത് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. പപ്പിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് മെഡിസിനോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങാം, പിന്നെ ഞാൻ പുറത്ത് കാണും, രോഹിത് ആരെങ്കിലും വന്നിട്ടേ പോകൂ എന്നിങ്ങനെ ശ്യാമയോട് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇതിപ്പോൾ മയക്കത്തിൽ കിടക്കുന്നതാണ്, ഉണർന്ന് എണീക്കുമ്പോൾ വിഷ്ണുവേട്ടനായിരിക്കും ആദ്യം തിരക്കുക, കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ പേരിലാകും പിണക്കം എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണു നിൽക്കുന്നുണ്ട്. ഇതേസമയം കാറിൽ പോകുന്ന സത്യയാണെങ്കിൽ ആ പാവയൊക്കെ വെച്ച് കളിപ്പിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ആകെ സന്തോഷത്തിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, പിന്നെ ടൂർ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ആ കുഞ്ഞിരിക്കുന്നത്. അവൾ ഇതൊക്കെ അറിയുമ്പോൾ, ഇവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സ് വേദനിക്കുക തന്നെ ചെയ്യും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ബിഗ് ഫ്രണ്ടിനെയും ഒക്കെ ഇനി കാണാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ ആ കുഞ്ഞ് വല്ലാതെ വേദനിക്കും. വിഷ്ണു മോനെ അറിയിക്കാനായിട്ട് ശാലിനി സമ്മതിക്കാത്തത് വിഷ്ണു വിചാരിച്ചാൽ ഇത് ഈ യാത്ര മുടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ചിന്തിച്ച് സത്യം നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശാലിനിയും അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ്. പറയാതെ പോകുന്നതിന് വിഷ്ണുവേട്ട മാപ്പ്, പിന്നെ ഞാൻ സത്യാമ്മയുടെ മുന്നിൽ നമ്മളിങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായിട്ടിരുന്ന സ്വപ്നം കാണാനേ സാധിക്കുകയുള്ളൂ, അതിപ്പോൾ വേറൊരു നാട്ടിലായാലും അതിപ്പോൾ പറ്റുമല്ലോ, നമുക്കൊന്നാകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല, എൻ്റെ ശരീരം മാത്രമാണ് ഇവിടെ നിന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്, എൻ്റെ മനസ്സെപ്പോഴും വിഷ്ണുവേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എന്താ വിഷ്ണുവേട്ട നമ്മൾ മാത്രം ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് തൻ്റെ മനസ്സിനോട് തന്നെ ശാലിനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സത്യം ശ്രദ്ധിച്ചിട്ടും പറയുന്നുണ്ട്, ടൂറിന് പോയിട്ട് തിരിച്ചു വരുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, കാര്യങ്ങൾ അറിയുമ്പോൾ ആ കുട്ടി ഒരുപാട് സങ്കടപ്പെടും, ഇതൊരു പറച്ചു നടയിലാണ്, പുതിയ ഭാഷ, പുതിയ ആൾക്കാർ, പുതിയ ജീവിത രീതികൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം, ആദ്യമൊക്കെ പാടായിരിക്കും, പിന്നെ അതങ്ങ് പരിചയമായിക്കോളും എന്നൊക്കെ ശാലിനി കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സത്യ തിരിഞ്ഞ് നോക്കിയിട്ട്, അമ്മ എൻ്റെ ഫോണൊന്ന് തന്നേ, ഞാൻ പപ്പി ഒന്ന് വിളിച്ച് പറയട്ടെ, നമ്മൾ ടൂറിന് പോവുകയാണ്, നമ്മൾക്ക് എന്താ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതെന്നൊക്കെ ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ ബിഗ് ഫ്രണ്ടിനെങ്കിലും ഒന്ന് വിളിച്ച് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുകയാണ്. തുടർന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ ശാലിനി ദേഷ്യപ്പെടുന്നുണ്ട്, നീ ഇപ്പോൾ ആരെയും വിളിച്ച് പറയണ്ട, നമ്മൾ പോയിട്ട് വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സത്യം അങ്ങ് തിരിഞ്ഞിരിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, വിഷ്ണു മോനോടെങ്കിലും ഒന്ന് പറയണ്ടേ മോളെ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് പറഞ്ഞിട്ട് എന്താണ്, ഇതുവരെ അവന് സങ്കടമാവില്ല എന്ന് ചോദിക്കുമ്പോൾ ആരുടെയും സങ്കടം നോക്കി സങ്കടപ്പെടാനൊന്നും ഇപ്പോൾ സമയമില്ല, ആർക്കും സമയമില്ല, ഇത്രയും നാളും ആ സങ്കടങ്ങൾക്ക് പിന്നാലെയല്ലേ പോയത്, എന്നിട്ട് എന്തുണ്ടായി, ഒന്നും നേടാനായില്ലല്ലോ, ഇനിയിപ്പോൾ ഒരു മറു ചിന്തയില്ല, ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ശാലിനിയും കടുപ്പിച്ച് പറയുമ്പോൾ ശാരദാമ്മ പിന്നെ മിണ്ടാതെ ഇരിക്കുകയാണ്. ഇതേസമയം അവിടെ പപ്പിക്ക് ഓർമ്മ വീഴുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ വിളിക്കുമ്പോൾ ആ മോൾ ഉണർന്നോ എന്നും പറഞ്ഞ് ഇങ്ങനെ കവിളിലൊക്കെ തട്ടുകയാണ് കുഞ്ഞിൻ്റെ. അന്നേരം ശ്യാമ അങ്ങോട്ടത്തേക്ക് ഓടി വരുന്നുണ്ട്. ഉണർന്നോ എന്നും പറഞ്ഞിട്ട്, മോൾക്ക് വിശക്കുന്നുണ്ടോ, ദാ ഈ മരുന്ന് കഴിക്കുക, ഇത് ഭക്ഷണത്തിന് മുന്നേ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് ഒഴിച്ചാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങോട്ട് തട്ടി നീക്കുകയാണ്. എനിക്ക് വേണ്ട വിഷ്ണു ചേച്ചി അമ്മയും സത്യം വന്നില്ലേ, എനിക്ക് അവരെ കാണും, എനിക്ക് അവരോട് മാപ്പ് പറയണം, എന്നിട്ടേ ഞാൻ മരുന്ന് കുടിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, വിഷ്ണുവച്ചനല്ലേ പറയുന്നത്, മോൾ ആദ്യം മരുന്ന് കുടിക്കുക, ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, പിന്നെ പപ്പി മോൾ ഇങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, കുഞ്ഞേച്ചി ഹോസ്പിറ്റലിൽ മുന്നോട്ട് വന്നത് വെറുതെ അല്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. കുഞ്ഞേച്ചി വന്നില്ലായിരുന്നെങ്കിൽ, ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പപ്പി മോൾ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ശാലിനി വന്നത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതെ, ആരും കാണാതെ വന്ന് പപ്പി മോൾക്ക് ബ്ലഡ് കൊടുത്തത് കുഞ്ഞേച്ചി തന്നെയാണ്, അല്ലാതെ ഈ റെയർ ഗ്രൂപ്പ് ഇപ്പോൾ ആര് കൊടുക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആദ്യം ഒച്ച എടുക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ അത് നേരത്തെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഹോസ്പിറ്റലാണ് എന്നുള്ളത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട്, അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, പിന്നെ അമ്മ പറഞ്ഞ വഴക്ക് മുഴുവൻ കേട്ടുകൊണ്ട് നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞേച്ചി തന്നെയാണ് പറഞ്ഞത്, ആരോടും പറയണ്ട എന്നുള്ളത്, സത്യാമ്മ അറിഞ്ഞാൽ വഴക്ക് പറയുന്നുള്ളത് കൊണ്ടാണ് ആരും കാണാതെ വന്ന് ബ്ലഡ് കൊടുത്തിട്ട് മാറി നിന്നത് എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കും
പഠിപ്പിക്കുകയാണല്ലോ എന്നെ, തനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്, അമ്മ പറഞ്ഞത് മുഴുവൻ താൻ നിന്ന് കേട്ടു, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരക്ഷരം മിണ്ടാതെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് ശ്യാമ പറയുകയാണ്, കുഞ്ഞേച്ചി അവരെ സത്യയും പിന്നെ കുഞ്ഞേച്ചിയും കൂട്ടിക്കൊണ്ട് വരിക തന്നെ വേണം, നമ്മൾ അവരോട് ചെയ്യുന്നത് എല്ലാം ഒക്കെ ചെയ്തിട്ട് അവർക്ക് വഴക്കും പിന്നെ കരച്ചിലും മാത്രമാണ്, വീട്ടിലേതെങ്കിലും മൂലയിരുന്ന് ഇപ്പോൾ കരയുന്നുണ്ടായിരിക്കും എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ അത് പിന്നെ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്നും ഈ കുട്ടിയെ കൊണ്ട് എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം മോൾ എഴുന്നേക്കല്ല, അനങ്ങാതെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പിടിച്ച് കിടത്തുന്നുണ്ട്. തുടർന്നും കുട്ടി അങ്ങോട്ട് വാശി പിടിക്കുകയാണ്, അവർ വരാതെ അവരോട് മാപ്പ് പറയാതെ ഞാൻ മരുന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു ഒരുവിധം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോൾ മരുന്ന് കുടിക്കും, ഞാൻ അവരെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ കടുത്ത നിർബന്ധം എന്നോണം കുട്ടി പറയുന്നുണ്ട്, ഇല്ല പിന്നെ ചേച്ചിയമ്മയും സത്യം വരാതെ ഞാൻ മരുന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരാമെന്നിങ്ങനെ വിഷ്ണുവച്ചൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ്. മോള് മാത്രമല്ല അവരോട് മാപ്പ് പറയേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശാലിനിയോട് മാപ്പ് തന്നെയാണ് പറയേണ്ടതെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വിഷ്ണു പോകാൻ ഇറങ്ങുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഫോണും താക്കോലും തപ്പുന്നുണ്ട് പോക്കറ്റിൽ. തുടർന്ന് അവിടെ ടേബിളിൻ്റെ പുറത്തുനിന്നും ആ ചാർജറിൽ നിന്ന് വിഷ്ണു ഇങ്ങനെ ഫോണിങ്ങനെ ഊരിയെടുത്ത് താക്കോലും എടുക്കുന്നുണ്ട്. പക്ഷേ ഫോണിലേക്ക് വിഷ്ണു നോക്കുന്നില്ല. തുടർന്ന് ഞാൻ അവരെയും കൂട്ടിയേ വരൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പപ്പിയോടും ശ്യാമയോടും പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് പപ്പി ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയമ്മയും സത്യയും വരും, അമ്മയും ചോദിക്കുമ്പോൾ വരും, ഉറപ്പായിട്ടും വരും എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയും ശാരദാമ്മയും സത്യയും കൂടി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ കൂടി അവരിങ്ങനെ നടന്നു പോകുമ്പോൾ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബുള്ളറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഫോൺ നോക്കുകയാണ്. അന്നേരം വിളിക്കാൻ എന്നോണായിരിക്കും നോക്കുമ്പോൾ ശാരദാമ്മ വിളിച്ചിരിക്കുന്നല്ലോ, ഇത്രയും തവണ വിളിച്ചിരിക്കുന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും കാര്യം കാണും, ഇനി പപ്പിയുടെ കാര്യം അറിയാനാവുമോ എന്നും പറഞ്ഞ് ശാരദാമ്മയെ തിരിച്ച് വിഷ്ണു ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഫോൺ ബെല്ലടിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയും സത്യയും കൂടി മുന്നേ അങ്ങ് നടന്നു പോവുകയാണ്. സത്യ ആകെ അങ്ങ് സന്തോഷത്തിലും ശാലിനി ആകെപ്പാടെ ഒരു വിഷമത്തിലും ആയതുകൊണ്ട് ഇതങ്ങോട്ട് ശ്രദ്ധിക്കും ഫോൺ. തുടർന്ന് ശാരദാമ്മ പതിയെ നടക്കുകയാണ്. കുറച്ചങ്ങ് പിന്നിലാവുന്നുണ്ട് ശാരദാമ്മ. എന്നിട്ട് ആ വിഷ്ണുമോനെ ചോദിക്കുമ്പോൾ ഞാൻ വിഷ്ണുവാണ്, എന്തിനാ വിളിച്ചിരുന്നത്, കുറേ വിളിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പപ്പിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ കുഴപ്പമില്ല, ഓർമ്മ വീണു, ഫോൺ സൈലൻറ്റിലായിരുന്നു, ചാർജിലും ഇട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കാണാഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാം, ഞാൻ അങ്ങോട്ട് വരികയാണെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അത് പറയാനാണ് ഞാൻ ഒരുപാട് തവണ മോനെ വിളിച്ചത്, നമ്മളിപ്പോൾ അവിടെ ഇല്ല, ശാലിനിക്ക് ട്രാൻസ്ഫറാണ് അഹമ്മദാബാദിലേക്ക്, അവൾ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാണ്, പിന്നെ ഇനി ഇങ്ങോട്ടത്തേക്ക് തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ, പിന്നെ മോനെ പോലും അറിയിക്കരുതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെ കൂടി ഒരു ഷോക്ക് ആവുന്നുണ്ട്. അന്നേരം അഹമ്മദാബാദിലേക്കോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതെ, പിന്നെ ട്രെയിൻ വരാറായി, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായി മാറിയോ ശാരദാമ്മയെ ഞാൻ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടമൊക്കെ അങ്ങ് വരികയാണ് വിഷ്ണുവിന്. തുടർന്ന് നിങ്ങളിപ്പോൾ ഏത് സ്റ്റേഷനിലാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ട്രെയിനിൻ്റെ സമയവും സ്റ്റേഷനും ഒക്കെ ശാരദാമ്മ വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടത്തേക്ക് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അതിന് മുന്നേ പറയുന്നുണ്ട്, പപ്പിയോടും ശ്യാമയോടും ഒക്കെ പറയണം, അവരോട് യാത്ര ചോദിക്കാതെ പോയതിൽ സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണു സ്റ്റേഷനൊക്കെ ചോദിക്കുന്നതും അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് വിഷ്ണു വണ്ടിയെടുത്ത് പുറപ്പെടുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അമ്മ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഹോട്ടലിൽ നിന്നാണ് എന്നിങ്ങനെ പെട്ടെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ട്രെയിൻ വരാറായി എന്ന് പറയുമ്പോൾ ആ വരുവാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും മുന്നോട്ട് നടക്കുകയാണ്. ഇതേസമയം അവർ ആ പ്ലാറ്റ്ഫോമിൽ എത്തുകയാണ്. തുടർന്ന് സത്യ പറയുന്നുണ്ട്, പപ്പിയും കൂടി വേണമായിരുന്നു, എങ്കിലും ടൂർ അടിച്ചു പൊളിക്കാമായിരുന്നു, എന്താ അമ്മേ പപ്പിയെ കൂടെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി ആകെ ഒരു സങ്കട അവസ്ഥയിലാണ് നിൽക്കുന്നത്, കരച്ചിൽ എന്നോണം. തുടർന്ന് പറയുന്നുണ്ട്, പപ്പിയെ സത്യാമ്മ വിടില്ല, പിന്നെ നമ്മൾ കുറച്ചധികം ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഇതുവരെ അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് പിന്നെ വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓടിച്ചു വരുന്ന വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ ഇന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ശാലിനി അതങ്ങ് കട്ട് ചെയ്യുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ആരാണെങ്കിലും കോൾ എടുക്കുക, നമ്മളിവിടെ നിന്ന് പോവുകയാണെന്ന് എന്ന് പറയുമ്പോൾ അത് എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആരാ, വിഷ്ണു ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ വിഷ്ണുവേട്ടനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യതൊക്കെ ഇങ്ങനെ രണ്ടുപേരും പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര വേണോ മോളെ എന്നിങ്ങനെ ശാരദാമ്മ വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ഇതല്ലാതെ വേറെ മാർഗമില്ല, രക്ഷപ്പെടുന്നവരെങ്കിലും രക്ഷപ്പെടട്ടെ, അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്ത് ആനാണ്, എങ്ങും എത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു ഫോൺ വിളിക്കുമ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ശാലിനി സങ്കടം ഉള്ളിൽ ഒതുക്കി അങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്.
തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി റോഡ് സൈഡ് ഒരു റോഡരികിലേക്ക് ഒതുക്കിയിട്ട് വീണ്ടും ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം എടുക്കും മോളെ, പിന്നെ അവനോട് പറ, നമ്മൾ നീ മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ചത് അങ്ങോട്ട് പറയുമെന്ന് പറയുമ്പോൾ എനിക്ക് ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട് കഴിയില്ല, എനിക്ക് അങ്ങനെ പറയാനും സാധിക്കില്ല. ഫോൺ എടുക്കുമ്പോൾ എടോ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എനിക്ക് പോകാനും പറ്റില്ല, എല്ലാം ഇട്ടറിഞ്ഞ് ഞാൻ തിരിച്ച് അങ്ങോട്ടത്തേക്ക് തന്നെ പോകുമെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് സങ്കടപ്പെടുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ശാലിനി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യും തോറും വിഷ്ണു ആകെ അങ്ങ് ദേഷ്യമൊക്കെ സങ്കടമൊക്കെ കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും വിഷ്ണുവോടെ ഒന്ന് വിളിക്കുകയാണ്. അന്നേരം അവനെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാതെ, നീ സംസാരിക്കേണ്ട, അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അവസാനം ശാലിനി ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ അന്നേരം ഹലോ ശാലിനി, പിന്നെ താൻ എന്നെ വിട്ട് പോവുകയാണോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അങ്ങ് സങ്കടത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. ശാലിനി കരഞ്ഞുകൊണ്ട് ഇതെല്ലാം കേൾക്കുകയേ ചെയ്യുന്നുള്ളൂ. സത്യം ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നതൊന്നുമില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട്, എൻ്റെ ഓർമ്മകളെ ഉപേക്ഷിച്ചിട്ട് തനിക്ക് അങ്ങോട്ട് ഓടി ഒളിച്ച് പോകാനായിട്ട് സാധിക്കുമോ? എവിടേക്ക്, ഏത് പാതാളത്തിലേക്ക് താൻ പോകും? അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടത്തോടെ ദേഷ്യത്തോടെ ഒക്കെ ഇങ്ങ് സംസാരിക്കുമ്പോൾ ശാലിനി ഇതെല്ലാം ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ പക്ഷേ പിന്നീട് ശാലിനി പോകാനുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നു. അതിന് ശേഷമാണെന്ന് തോന്നുന്നു വിഷ്ണു പിന്നീട് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നീട് വിഷ്ണു ഓടി നടന്നും ഒക്കെ വീണ്ടും വണ്ടി സ്റ്റാർട്ടാവുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നീട് ഇവർ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് വിഷ്ണു പിന്നെ അവിടെ എത്തുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ശാലിനി പോവില്ല, വിഷ്ണു അവരെയും കൊണ്ട് തിരികെ വരിക തന്നെ ചെയ്യും. അതിന് ശേഷമേ പപ്പി മരുന്നും ഗുളികയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ സത്യഭാമയ്ക്ക് അവിടെ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, താങ്ക് യു.